നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വിഷുഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർ ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ മധ്യശൂലത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷുഫലം ഇവർക്ക് ദോഷകരമാണ്. ചാരവശാലും അനിഷ്ടപ്രദമായിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധ വേണ്ടതായുണ്ട്. നിരവധി പ്രതിസന്ധികൾ വരുമെങ്കിൽ പോലും ആത്മവിശ്വാസമാർന്ന പ്രവർത്തനങ്ങളിലൂടെ അതിനെല്ലാം തന്നെ മറികടക്കുവാനും സാധിക്കുന്നതാണ്. ഉന്നത വ്യക്തികളിൽ നിന്നും പ്രശംസാവചനങ്ങൾ ഏറ്റുവാങ്ങുവാൻ സാധിക്കും. ഭവനം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് കാര്യസാധ്യം ഉണ്ടാകുന്നതാണ്. വാഹനം മാറ്റിയെടുക്കുമ്പോഴോ ഭൂമി കൈമാറ്റം ചെയ്യുമ്പോഴോ നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധ വേണ്ടതായുണ്ട്. കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ ലഘൂകരിക്കുവാനുള്ളതായിരിക്കുന്ന ശ്രമം വിജയം കാണുന്നതാണ്. ദാമ്പത്യ ക്ലേശത്തിന് ഇടയുള്ളതുകൊണ്ട് മനസ്സംയമനം പാലിക്കണം. ക്രയവിക്രയങ്ങളിൽ നിന്നുമുള്ളതായിരിക്കുന്ന ആദായം കുറയും. അനാവശ്യമായിരിക്കുന്ന ചിലവുകളും വന്നു ചേരാം. കടബാധ്യതകളിൽ അകപ്പെടാതെ ഇരിക്കണം. വിദേശയാത്രാ പരിശ്രമങ്ങൾ വിജയത്തിലെത്തും. എതിർപ്പുകളും വെല്ലുവിളികളും പല ഭാഗത്തു നിന്നും ഉണ്ടാകാം. മനോധൈര്യം കൈവിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അപകട സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വാഹനം കൈകാര്യം ചെയ്യുന്നവരും മറ്റും ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത ചിന്തകൾ നിമിത്തമായിട്ട് മനസ്സമാധാനം കുറയുന്നതാണ്. വീട് വിട്ട് മാറി താമസിക്കേണ്ടതായിരിക്കുന്ന ഒരു അവസ്ഥയും വന്നു ചേർന്നേക്കാം. ഈശ്വര പ്രാർത്ഥനയും സത്ചിന്തകളും നിലനിർത്തുവാൻ ശ്രമിക്കണം. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കിൽ ജന്മനക്ഷത്രം തോറും തിലപായസം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ശാസ്ത്രയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.